ഹായ്, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളെല്ലാവരും ഇവിടെ കുഴപ്പമില്ലാണ്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു തരാം. നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഇത്. ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ ഒരു മുടിയും നഖവും വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിലുള്ള ഒരു ജോത്സ്യൻ പറഞ്ഞു കൊടുത്തിയ ഒരു വീഡിയോ, എൻ്റെ നാത്തൂൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുടുംബക്കാരെ രക്ഷിച്ച ഒരു വ്യക്തി. അപ്പോൾ അത് നിങ്ങൾ ഒരുപാട് പേര് വന്നിട്ട് ചോദിച്ചായിരുന്നു, ആ ജോത്സ്യൻ്റെ നമ്പർ ഒന്ന് തരുമോ, ജോത്സ്യൻ്റെ സ്ഥലം എവിടെയാണ്, തമിഴ്നാട് എവിടെയാണെന്നൊക്കെ ചോദിച്ചോണ്ട് ഞാൻ അന്നേരം നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, എനിക്ക് ജോത്സ്യനെ അറിയില്ല, എൻ്റെ നാത്തൂൻ പറഞ്ഞിട്ടുള്ള അറിവേ എനിക്ക് അറിയത്തുള്ളൂ, കോണ്ടാക്ട് നമ്പറും അറിയത്തില്ല, കിട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ പറയുന്നത്. അത് കഴിഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ഈ മുടിയും നഖവും വെച്ചുള്ള വീഡിയോയുടെ കാര്യങ്ങൾ പേരപ്പൻ്റെ മകൻ ചേട്ടായി പറഞ്ഞു തരും. കാരണം കുറേ കാലം ചേട്ടായിക്ക് ഈ ജോത്സ്യനുമായിട്ട് നല്ല ബന്ധത്തിലും കണക്ഷനിലും അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം ജോത്സ്യന് തീരുമാനം വയ്യാഴിയായിട്ട് കിടപ്പിലാണ്, തീരെ സുഖമില്ലായിരുന്നു. ചേട്ടായി കഴിഞ്ഞ ആഴ്ചയിലും പുള്ളിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നെന്ന് എന്നോട് പറഞ്ഞു. ഇന്നലെ ഞാനും ചേട്ടായിയായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് അറിയണമെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് പോയി കാണണമെങ്കിൽ ചേട്ടായിയെ കണ്ടാൽ മതി, കോണ്ടാക്ട് നമ്പർ തരാമെന്ന് പറഞ്ഞിരുന്നു. ആ ഇടയ്ക്ക് ദിവസങ്ങളിലാണ് ചേട്ടായിയുടെ ഏറ്റവും അടുത്ത ഒരു അമ്മ മരിച്ചു പോയിട്ട് പെലയിലായിരുന്നു. ചേട്ടായിക്ക് പെലയുണ്ടായിരുന്നു. പെല കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകേണ്ടവർക്ക് പോകാം, അല്ലെ കോണ്ടാക്ട് ചെയ്യേണ്ടവർക്ക് ചെയ്യാവുന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്നലെ സംസാരിച്ചത്. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. നിങ്ങൾ ഒരുപാട് പേര് എന്നെ ഇൻസ്റ്റയിൽ വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വിളിച്ചപ്പോൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ എനിക്ക് എടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റിന് എനിക്ക് മറുപടി തരാനും പറ്റിയിട്ടില്ല. അപ്പം എന്നെ കഴിഞ്ഞും 100 ഇരട്ടി തിരക്കുള്ളൊരു വ്യക്തിയാണ് ഈ ചേട്ടായി. അപ്പോൾ ചേട്ടായിയുടെ കോണ്ടാക്ട് നമ്പർ ഞാനിങ്ങനെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ളവരും ആവശ്യമില്ലാത്തവരും ഒക്കെ ചെറിയ കാര്യങ്ങൾക്കെല്ലാം അങ്ങ് വിളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങളോട് പറയട്ടെ, പിണങ്ങ് ഒന്നും ചെയ്യരുത് കേട്ടോ. ചേട്ടായിയുടെ കോണ്ടാക്ട് നമ്പർ അത്രമേ ആവശ്യക്കാർക്ക് നിങ്ങൾ എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് ഇടുക, നിങ്ങൾക്ക് ഞാൻ തരാം കേട്ടോ. അല്ലാണ്ട് ചേട്ടായി പറഞ്ഞു ഈ മുടിയുടെയും നഖത്തിൻ്റെയും വീഡിയോ നിങ്ങൾക്ക് കിട്ടേണ്ടിയിട്ട് ചേട്ടായിനെ കഷ്ടപ്പെട്ട് അവിടം വരെ ചെന്ന് നിങ്ങൾ കാണാൻ നിൽക്കണ്ട, അത് വളരെ കറക്റ്റായിട്ട് എന്നോട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് വളരെ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. പിന്നെ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഈ വീഡിയോ നിങ്ങളിങ്ങനെ കണ്ടു കഴിയുമ്പം തന്നെ ഓടിച്ച് വിട്ടങ്ങ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ഞാൻ പറയുന്നത് മനസ്സിലാകത്തില്ല. അപ്പം വളരെ വ്യക്തമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ കേട്ടോ. പിന്നെ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഈ ആദ്യത്തെ വീഡിയോ, അതായത് ഈ ആദ്യമേ നമ്മൾ തമിഴ്നാട്ടിൽ പോയി കണ്ട ആ ജോത്സ്യൻ്റെ വീഡിയോയുടെ കാര്യം ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മുടിയും നഖവും വെച്ചിട്ട് ആ പയ്യന് വേണ്ടിയിട്ട് ചെയ്ത കാര്യം, അതൊന്ന് ഞാൻ പിൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് ആ വീഡിയോ ഒന്ന് കറക്റ്റായിട്ട് കയറി കണ്ടു കഴിയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. അത് മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ദോഷങ്ങളും നിങ്ങളുടെ കഷ്ടകാലങ്ങളും എന്ത് പ്രശ്നങ്ങളും നിങ്ങളുടെ ഇതെല്ലാം മാറിപ്പോകും. ഞാൻ ഈ പറയുന്ന കാര്യം ഉറപ്പാണ്. അനുഭവം ഉള്ള ഒരു വ്യക്തി എൻ്റെ അടുക്കൽ പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് പലരും ചെയ്ത ഒരു കാര്യമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ ഈ പറയുന്നത് പോലെ ഇവർ ഈ സ്വാമിയുടെ അടുത്ത് ചെല്ലും. ഇവർ ഈ തമിഴ്നാട്ടിലെ സ്വാമിയുടെ അടുത്ത് ചെല്ലുമ്പോൾ എന്തൊക്കെ ചെയ്തിട്ടാണ് പോകേണ്ടിയിരുന്നെന്ന് ഇവർക്കറിയില്ലായിരുന്നു. ഇവർ രാവിലെ എഴുന്നേറ്റു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു അമ്പലത്തിലൊക്കെ പോകാറുള്ളപ്പോഴും ഒരു ജോത്സ്യനെ കാണാനൊക്കെ പോകുമ്പോഴും നമ്മൾ ജസ്റ്റ് നോർമലി എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഭക്ഷണം കഴിച്ചിട്ടല്ലേ പോകുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കണം രാവിലെ ചെയ്യേണ്ടത്. നമ്മളിത് ചെയ്യുമ്പം മീന്, ഇറച്ചി, മുട്ട ഇതൊന്നും കഴിക്കണ്ട. ഇത് ചെയ്യുന്ന നേരത്തെ തന്നെ, അല്ലാതെ ഇത് ചെയ്ത് തീരുന്ന അത്രയും ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് നോയമ്പെടുക്കേണ്ട ഒരു കാര്യവും ഇല്ല കേട്ടോ. അപ്പം നമ്മളിത് ഇന്നാണ്, അല്ലെങ്കിൽ ഇന്നല്ലേ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്, നിങ്ങൾ നാളെ തൊട്ടോ അല്ലെ അതിൻ്റെ അടുത്ത ദിവസം തൊട്ടാ ചെയ്യാൻ തുടങ്ങുന്നെങ്കിൽ തലേ ദിവസം, ഇപ്പം നിങ്ങൾ നാളെയാ തുടങ്ങുന്നെങ്കിൽ ഇന്ന് ഉച്ചവരെ നിങ്ങൾക്ക് എല്ലാ സാധനവും കഴിക്കാം. ഇന്ന് വൈകിട്ട് മാത്രം നിങ്ങൾ ഇറച്ചി, മീനും, മുട്ടയും ഒഴിവാക്കുക. പിറ്റേ ദിവസം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പള്ളിയിൽ പോകുന്നവരോ അമ്പലത്തിൽ പോകുന്നവരോ എവിടെ പോകുന്നവരുമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വന്നേച്ചിട്ട് നിങ്ങളുടെ കൈയുടെ നഖം, അതായത് വലത്ത് കൈയുടെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തന്തവിരലിൻ്റെ 2 കൈയുടെ നഖവും വെട്ടി മുടി ഇവിടെ നിന്നിങ്ങനെ പുറകിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ നോക്കിയാൽ ആരും അറിയത്തില്ല കേട്ടോ. ഇവിടെ നിന്നിങ്ങനെ വകഞ്ഞ് നിങ്ങൾക്ക് കാണാവോ,
ഇങ്ങനെ വകഞ്ഞു മാറ്റി നേരെ ഇത് ഈ കുഞ്ചിക്കുഴിയുടെ ഇവിടുന്ന് ഇത് ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചാൽ ഒരു പൊടിഞ്ഞുള്ള്, ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഒരു പൊടിഞ്ഞുള്ള് മുടിയെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10, 12, 15 ഒക്കെ ആയിക്കോട്ടെ, മുടി ഒരിക്കലും എണ്ണരുത്. ഇത്രേ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നഖം ഉണ്ടല്ലോ, ചെറുതായിട്ട് പൊടിയായിട്ട് അരിയുക. പക്ഷേങ്കിൽ മുടി ഒരിക്കലും അരിയുകയും ചെയ്യരുത്. എന്നിട്ട് നമ്മൾ ഒരു വൈറ്റ് കഷ്ണം പേപ്പർ എടുക്കുക. വൈറ്റ് പേപ്പർ, ഫുൾ വൈറ്റ് പേപ്പർ എടുത്തിട്ട് ആ പേപ്പർ 5 പീസാക്കുക. 5 പീസ്. ഈ 5 പീസിൻ്റെ അകത്തും ഇത് ഒരേ അളവിൽ പാകം ചെയ്യുക. എന്നുവെച്ചിട്ട് പൊതിഞ്ഞ് കെട്ടുക. പൊതിഞ്ഞ് കെട്ടിയിട്ട് നമുക്കിപ്പം 1 സെൻറ്റ് ഉള്ളവരായിക്കോട്ടെ, 2 സെൻറ്റ്, എത്ര സെൻറ്റിലും ഈ ഒരു സ്ഥലത്തിന് 4 മൂല ഉണ്ടാകുമല്ലോ. ഈ ഓരോ പൊതിയും 4 മൂലയിലുമായിട്ട് നിക്ഷേപിക്കുക. 5ാമത്തെ പൊതി ഇതാർക്കു വേണ്ടിയാണോ നമ്മൾ ചെയ്യുന്നത്, ആ പുള്ളി കിടക്കുന്ന ഒന്നേ ബെഡിൻ്റെ അകത്ത്, അല്ലേ പില്ലോ കവറിൽ. പിന്നെ ഞാനൊരു കാര്യം പറയുകയാണ്, ഇത് ബെഡിൻ്റെ അകത്ത് വെക്കുന്നതായിരിക്കും ഉചിതം. ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ നമ്മളിതെടുക്കാനേ പാടില്ല. പില്ലോ കവറെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ 2 അല്ല 3-ാം ദിവസം ഊരി കഴുകും. ഈ ബെഡിൻ്റെ ഷീറ്റ് എന്ന് പറഞ്ഞ ഷീറ്റ് നമ്മൾ എടുത്തു മാറ്റും. നമ്മൾ ഈ ബെഡിനൊരു ഉറ തയ്ച്ചിടുമല്ലോ, ആ ഉറയ്ക്കകത്ത് വേണം ഇത് ഭദ്രമായിട്ട് വെക്കാൻ. വെക്കുമ്പോൾ നട്ടെല്ലിൻ്റെ ഭാഗത്തോ കാലിൻ്റെ ഭാഗത്തോ നമുക്ക് വെക്കരുത്. നമ്മളിങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ ഈ തല ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഭാഗം കണക്കാക്കി വേണം ഈ പൊതി വയ്ക്കാനായിട്ട്. നിങ്ങളിത് ഒത്തിരി ദിവസം ഒന്നും വേണ്ട. പിന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. നമ്മൾ എന്നും ഉച്ചവരെ നമുക്കെല്ലാ ഭക്ഷണവും കഴിക്കാം. പക്ഷേ വൈകിട്ട് കിടക്കുന്ന സമയത്ത് വൈകിട്ടത്തെ ഭക്ഷണത്തിൽ ഇറച്ചി, മീൻ, മുട്ട ഉപയോഗിക്കരുത്. ഇപ്പോൾ ഒരു പെൺകുട്ടിക്കാണെങ്കിൽ ആ പീരിയഡ്സ് ടൈം നോക്കി മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. എന്തായാലും ഭൂരിപക്ഷം സ്ത്രീകൾ 28 ദിവസം കഴിഞ്ഞേ പീരിയഡ്സ് ആകുള്ളൂ. അപ്പോൾ ഇത് 21 ദിവസം കൊണ്ട് തീർന്നൊരു കർമ്മമാണ്. അപ്പോൾ ഇങ്ങനെ കിടക്കുക. കിടന്നു കഴിഞ്ഞിട്ട് 21ാമത്തെ ദിവസം വേണം ഈ മുടിയും ഇതും എന്ത് ചെയ്യണം, നേരെ ഇത് ഒരിടത്തും പുഴയിൽ കൊണ്ടൊഴുക്കാൻ നിങ്ങൾ നിൽക്കണ്ട, അമ്പലത്തിലോ പള്ളിയിലോ കൊണ്ട് നിക്ഷേപിക്കണ്ട. ഇത് ചേട്ടായി പറഞ്ഞത് നമ്മുടെ വീടിൻ്റെ നേരെ നടുവശത്ത് കുഴിച്ചിടുക. കുഴിച്ചിടുന്നതിന് മുമ്പ് ഈ ബെഡിൻ്റെ അടിയിലെ പൊതി എടുത്തിട്ട് ഇത് ഇങ്ങനെ താടി കൂട്ടി ഇങ്ങനെ ഇടത്തൂന്ന് ഇങ്ങനെ വലത്തോട്ടൊഴിഞ്ഞ് നമ്മുടെ പാദം വരെ 1, അങ്ങനെ 3 പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം വേണം നമ്മുടെ നടവാതക്കൽ പയ്യെ ഒരു കുഴിയെടുത്തിട്ട് കുഴിച്ചിട്ടേക്കുക. പിന്നെ അതിൻ്റെ അകത്ത് ജ്യോത്സ്യം ഇവരോട് പറഞ്ഞു കൊടുക്കാത്തൊരു കാര്യം ഉണ്ടായിരുന്നു, ഇവരോട് പറയാത്തതും. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ പോയപ്പോൾ ഈ പയ്യൻ, ഇത്രയും പഠിച്ചിട്ടിരിക്കുന്ന പയ്യൻ, അവൻ്റെ മാനസികാവസ്ഥയും ഒരു ഉണർവും ഉന്മേഷവും ഇല്ലാത്തത് കണ്ടിട്ട് ഈ പറയുന്ന തിരുമേനിക്ക്, അതായത് നമ്മുടെ തമിഴ്നാട്ടിലെ ജ്യോത്സ്യന് ഒരു മനപ്രയാസമായിരുന്നു ഈ പയ്യനെ കണ്ടിട്ട്. ആ തിരുമേനി ഈ പയ്യൻ്റെ അവസ്ഥ ഓർത്ത് 1 രൂപ കോയിന് ഈ 21 ദിവസവും ഈ പയ്യന് വേണ്ടിയിട്ട് ഒരു ഡപ്പിയിലിട്ട് ഈ പുള്ളി മാറ്റി വെച്ചിരുന്നു. അതായത് ഇവരോട് പറഞ്ഞിരുന്നു, ഇവരോട് 1 രൂപ കോയിന് അധ്യക്ഷണം മേടിച്ച് ഇവരോട് ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. അന്നേരം പറഞ്ഞു, മോൻ ഉദ്ദേശിക്കുന്ന ജോലിക്ക് കയറിക്കഴിഞ്ഞ് നിങ്ങൾക്ക് സമയവും സാഹചര്യവും ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അവർ ഈ ഇവിടെ വന്ന് തിരുമേനിയെ കണ്ട് കാര്യം സാധിച്ച് പോയി കഴിഞ്ഞിട്ട് 17ാം ദിവസം ഈ പയ്യൻ കയറി വിദേശത്ത് പോയി. ആദ്യത്തെ സാലറി അയച്ചു കൊടുത്ത് ആ സാലറിയുടെ 3/4 ഭാഗം കൊണ്ടും ഈ ജ്യോത്സ്യനെ കാണാൻ തമിഴ്നാട്ടിൽ അവിടെ ചെന്നപ്പം ജ്യോത്സ്യൻ പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷം വന്നതിൽ, നിങ്ങൾക്ക് പിണക്കവും പരിപ്പവും വിചാരിക്കേണ്ട എന്നും പറഞ്ഞ് അതിൽ നിന്ന് 100 രൂപ എടുത്തിട്ട് ബാക്കി കാശ് അവരുടെ കൊടുത്തു. അപ്പോൾ ഇവർ പോകാൻ നേരത്ത് ജ്യോത്സ്യൻ എന്ത് ചെയ്തു, ഈ കോയിൻ ഈ പയ്യൻ്റെ പേരിൽ പ്രാർത്ഥിച്ച് ഓരോ ദിവസവും രാവിലെ മാറ്റിവെച്ച കോയിൻ ഇവരുടെ ഈ കൊടുത്തിട്ട് പറഞ്ഞു, ഇവരുടെ വിശ്വാസത്തിലല്ല, പയ്യൻ എവിടെയാണോ വിശ്വസിക്കുന്നത്, അതായത് ഏത് ദൈവത്തിനെ, അതായത് കൃഷ്ണനെ വിശ്വസിക്കും, സരസ്വതിയെ വിശ്വസിക്കും, അല്ലെങ്കിൽ പള്ളിക്കാരാണ് അങ്ങനെ വിശ്വസിക്കും, ഇതവിടെ അങ്ങ് നീർച്ച പണ്ടാരത്തിലിട്ടേരെ. കാരണം പയ്യൻ ഇല്ലാത്തത് കൊണ്ട്, പയ്യൻ്റെ തലയ്ക്കൊഴിഞ്ഞിടാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് അമ്മയുടെ തലയ്ക്കൊഴിഞ്ഞ് 3 വട്ടം വീടിനും വലം വെച്ച് ഈ പൈസ കൊണ്ടുപോയി നിങ്ങൾ വിശ്വസിക്കുന്ന പണ്ടാരക്കുട്ടിയിലിട്ടാക്കാൻ പറഞ്ഞു.
എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാനും നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്നാണോ നിങ്ങളിത് ചെയ്യാൻ തുടങ്ങുന്നത്, എന്നെ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൻ്റെ എൻ്റെ ഈ വീഡിയോയിലോ വന്ന് കമൻറ്റ് ചെയ്യുക, ചേച്ചി ഞങ്ങൾ ഇന്ന് തൊട്ട് ഇത് ചെയ്യാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ 50 പേര് ചെയ്യുന്നുണ്ട്, അല്ലെ 100 പേരായിക്കോട്ടെ, അല്ലെ 1000 പേരാക്കിക്കോട്ടെ, എൻ്റെ ഈ വീഡിയോ കണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അത് നിങ്ങളെ പോണക്കുള്ളവർ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാകുന്ന ഗുണങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് 1 രൂപ കോയിൻ ഒരു ദിവസം എടുത്ത് മാറ്റി വയ്ക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അല്ലാതെ എനിക്കത് നഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷവും സംതൃപ്തിയും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് 1 രൂപ എനിക്ക് വെക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞത് നിങ്ങൾ എത്ര പേര് ചെയ്താലും എൻ്റെ യൂട്യൂബിൻ്റെ ഇതിൽ വന്ന് കമൻറ്റ് ബോക്സിൽ പറയണം, ചേച്ചി ഞാൻ ഇന്ന് തൊട്ട് ചെയ്യാൻ തുടങ്ങി ചേച്ചി. അപ്പം ഞാനത് പ്രാർത്ഥനയോടെ ഒരു കാര്യം, കാരണം അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ ചിലപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല ആ ഒരു കർമ്മം. അതുകൊണ്ട് ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഓരോ രൂപ കോയിന് 21 ദിവസവും ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് എൻ്റെ അടുത്ത് വന്ന് ഈ കോയിൻ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാം. അല്ല വാങ്ങിക്കാൻ സാഹചര്യം ഇല്ലാത്തവർക്ക് ഈ 21 ദിവസത്തിൻ്റെ അന്ന് ഈ 21ാം ദിവസം ഞാൻ വന്നിട്ട് പറയും, ഇതേ വീഡിയോയിൽ ചോദിക്കും നിങ്ങൾ ആരൊക്കെ ചെയ്തിരുന്നു, ആർക്കൊക്കെ വന്ന് മേടിക്കാൻ പറ്റും. പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്ന, അതായത് ഭഗവാൻ എന്ന് വെച്ചാൽ കൃഷ്ണൻ്റെ അമ്പലത്തിലാണ് ഞങ്ങൾ പോകുന്നത്, അവിടെയാണ് നിക്ഷേപിക്കാൻ, അല്ലെ ദേവിയുടെ അമ്പലത്തിലാണ്, അല്ലെ അയ്യപ്പൻ്റെയാണ്, അല്ലെ ശിവക്ഷേത്രത്തിലാണ് ഞങ്ങൾ ഇടുന്നത്, അല്ലെ പള്ളിയിലാണ്, അല്ലെ മുസ്ലിം പള്ളിയിലാണെന്ന് പറഞ്ഞ് ഉറപ്പായിട്ടും ഇതെല്ലാം നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ഈ പൈസ കൊണ്ട് ഭണ്ഡാരക്കുറ്റിയിലിടും. മേടിക്കാൻ വരാൻ പറ്റുന്നവർക്ക് മേടിക്കാം, വരുന്നവർക്ക് അതിന് ചിലവൊന്നും വിചാരിക്കണ്ട കേട്ടോ. അല്ല ഞാനിത് ചെയ്യുന്നല്ലോ എന്ന് ഓർത്തുകൊണ്ട് ചേച്ചിക്ക് വല്ലതും കിട്ടാൻ വേണ്ടിയിട്ടല്ല, ചേച്ചിക്ക് വല്ലതും വേണ്ടിയിട്ട് ഒന്നുമല്ല കേട്ടോ. ഒന്നും വേണ്ട, വന്നിട്ട് പോകുന്നവർക്ക് വണ്ടിക്കൂലിയില്ല, സന്തോഷമായിട്ട് നിങ്ങൾക്ക് ഞാൻ ആ വണ്ടിക്കൂലിയും തന്നു വിടുന്നതാകട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ചെയ്യുക, എല്ലാത്തിനും ഉള്ളൊരു മറുപടിയാകട്ടോ ഇത്. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഉറപ്പായിട്ട് നടക്കും. ഇതിന് വലിയ നോയമ്പൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. വൈകിട്ടത്തേത് മാത്രം, ഒരു നേരത്തെ ഭക്ഷണത്തിൽ മാത്രമേ ഞാൻ നോയമ്പ് പറഞ്ഞിട്ടുള്ളൂ, അതും ഈ ബെഡിൻ്റെ അടിയിൽ ഇതിരിക്കുന്നത് കൊണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അപ്പം പിന്നെ മറ്റൊരു കാര്യം, ഇന്ന് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ രീതി സംശയം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ വന്ന് കമൻറ്റ് ബോക്സിലോ കമൻറ്റ് ചെയ്യണം. അപ്പം ഞാനതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇന്ന് വൈകിട്ട് 8:30 തന്നെ ഇട്ടേക്കാം, അല്ലെങ്കിൽ ലൈവിൽ വന്ന് പറഞ്ഞു തരാം. ഇന്ന് 8:30 ഞാൻ ലൈവിൽ വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്താ വേണ്ടതെന്ന്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കേ.